എന്തായാലും അമേരിക്കയ്ക്ക് ഭ്രാന്ത് പിടിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ട്രംപിൻ്റെ ഭ്രാന്തിന് വരുന്ന ലോകം വലിയ വിലയാണ് കൊടുക്കേണ്ടി വരുന്നത്. ഇറാനിൽ നിന്നുള്ള അമേരിക്കൻ കമ്പനികളിൽ നിന്നാണ്, ഓയിൽ കമ്പനികളിൽ നിന്നാണ് ഇന്ത്യ ഓയിൽ വാങ്ങിയിരുന്നത്. സൗദി അറേബ്യയിലെയും ഓയിൽ കമ്പനികളിൽ നിന്നാണ്, അമേരിക്കൻ ഓയിൽ കമ്പനികളിൽ നിന്നാണ് ഇന്ത്യ ഓയിൽ വാങ്ങിയിരുന്നത്, എണ്ണ വാങ്ങിയിരുന്നത്. അത് രണ്ടും ഇന്ത്യ കുറച്ചു. നിങ്ങൾ റഷ്യയിൽ നിന്ന് കുറച്ച് എണ്ണ മേടിക്കൂ, റഷ്യയെ സഹായിക്കൂ എന്ന് ഇതേ ട്രംപ് ആശാൻ തന്നെയാണ് മോഡി ഉപദേശിച്ചത്. എന്നിട്ട് നമ്മൾ റഷ്യയിൽ പോയി എണ്ണ വാങ്ങാൻ തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് എണ്ണ വാങ്ങരുതെന്നുള്ള നിബന്ധനയായി. അങ്ങനെ നിബന്ധനകളോടും നിബന്ധന, ചൈനയെ ഉപരോധിക്കണമുള്ള നിബന്ധന. ഇതെല്ലാം പറയുമ്പോൾ തന്നെ ഇതേ ട്രംപ് തന്നെയാണ് പാകിസ്ഥാൻ്റെ, നമ്മുടെ രാജ്യത്ത് ഓപ്പറേഷൻ സിന്ദൂർ നടന്നതിന് ശേഷം വിവിധ രാജ്യങ്ങളിലേക്ക് നമ്മുടെ പ്രതിനിധികളെ അയക്കുമ്പോൾ പാകിസ്ഥാൻ സൈനിക മേധാവിയെ വിളിച്ച് അവിടെ വെച്ച് അമേരിക്കയിൽ വെച്ച് വിരുന്ന് കൊടുക്കുകയും അതുപോലെ തന്നെ അത്താഴ വിരുന്ന് കൊടുക്കുകയും അതുപോലെ തന്നെ ആ സൈനിക മേധാവിയെ കൊണ്ട് പറയിച്ചു ട്രംപിന് ലോകസമാധാനത്തിനുള്ള നോബൽ സമ്മാനം കൊടുക്കണം. എന്താണ് ഇദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്നത്? എന്തായാലും ഇന്ത്യ ചേര നയത്തിൽ നോൺ അലൈൻ മൂവ്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ വെള്ളം ചേർക്കാനോ അല്ലെങ്കിൽ മാറുവാനോ തീരുമാനിക്കുന്ന പുതിയ കാഴ്ചയാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്. അതായത് ഇന്ത്യ ഇങ്ങനെ 50% തീരുവ 25% ഏർപ്പെടുത്തി, ഇതായത് 50%ത്തിലേക്ക് പോയി പകരം തീരുവയൊക്കെ ഏർപ്പെടുത്തുവാനുള്ള അമേരിക്കയുടെ ഈ ഗൂണ്ടായുസത്തിനെതിരെ അല്ലെങ്കിൽ അമേരിക്കയുടെ തോന്നിയവാസത്തിനെതിരെ 18% സാധനം വാങ്ങുന്ന ഇന്ത്യ വലിയ പ്രതിഷേധമാണ് അറിയിച്ചിരിക്കുന്നത്. അന്യായമാണ്, നീതികേടാണെന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇന്ത്യ ഇങ്ങനെ കൈയും കെട്ടി രണ്ട് കൈയും കെട്ടി ഇരിക്കുകയല്ല ഇന്ത്യ ചെയ്യുന്നത്. ഇന്ത്യ അടുത്ത രാജ്യങ്ങളുമായി വലിയ സഖ്യത്തിലാണ്. സോവിയറ്റ് യൂണിയനിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള സപ്പോർട്ടിനെ കാണുന്നതിന് വേണ്ടി ചൈനയിലേക്ക് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി നേരിട്ട് പോകാൻ പോവുകയാണ്. അതുപോലെ തന്നെ അജിത് ഡോവൽ ഇന്ത്യയുടെ ഉപദേഷ്ടാവ്, രാഷ്ട്രീയ ഉപദേഷ്ടാവ്, സാമ്പത്തികവും അതുപോലെ തന്നെ മറ്റെല്ലാ കാര്യങ്ങളിലും ഗവൺമെന്റിനെ ഉപദേശിക്കുന്ന അജിത് ഡോവൽ എന്ന് പറയുന്ന അദ്ദേഹം റഷ്യയിലേക്ക് പോവുകയാണ്. നമ്മളിപ്പോൾ റഷ്യയിൽ നിന്നാണ് 27 മുതൽ 30% വരെ എണ്ണ ഇന്ത്യ വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ്. മറ്റ് ഇറാനിൽ നിന്നുള്ള അമേരിക്കൻ കമ്പനി എന്നുള്ളത് കുറച്ചു, അതുപോലെ തന്നെ സൗദി അറേബ്യയിൽ നിന്നുള്ള കുറച്ച്. അത് കുറയ്ക്കാൻ കാരണം നമുക്ക് ഏതെങ്കിലും രാജ്യത്തോട് സ്നേഹമുള്ളത് കൊണ്ടല്ല, റഷ്യ സുസ്ഥിരമായും വില കുറച്ചും എണ്ണ തരുന്നത് കൊണ്ടാണ് അത് വാങ്ങണ്ടേ നമ്മൾ. അതപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കെതിരെ പ്രതിരോധം കൊണ്ടുവരാൻ അമേരിക്ക ശ്രമിച്ചപ്പോൾ അമേരിക്കയോട് ഇന്ത്യ മുഖത്ത് നോക്കി നെട്ടല് നിവർത്തി പറയുന്നു, പഴയ ഇന്ത്യ അല്ല, ഞങ്ങൾ 1ാം മോഡി സർക്കാരുമല്ല 3ാമത്തെ മോഡി സർക്കാർ. വളരെ കൃത്യമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന, GDP-യിൽ മുമ്പോട്ട് നിൽക്കുന്ന, വളരെ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്ന, സ്വദേശി പ്രസ്ഥാനത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന, മെയ്ക്ക് ഇൻ ഇന്ത്യക്ക് പ്രാധാന്യം കൊടുക്കുന്ന വലിയൊരു രാജ്യമായി ഇന്ത്യ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ട്രംപുമായുണ്ടായിരുന്ന വ്യക്തിബന്ധം എന്തായാലും അതിൽ ഉലച്ചിൽ സംഭവിച്ചു എന്ന് തന്നെ തോന്നുന്നു. വ്യക്തിബന്ധത്തിനപ്പുറം രാഷ്ട്രതന്ത്ര തലത്തിലുള്ള ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാനും ഒരുപക്ഷെ നമുക്ക് കഴിയാതിരുന്നതായിരിക്കാം ഈ പ്രശ്നങ്ങൾ. കാരണം ട്രംപും മോഡിയും തമ്മിൽ കണ്ടു, അവർ മച്ചാവച്ചിയായി ഒന്നിച്ചു നിന്നു, ട്രീലും ട്രോളും ഒക്കെ ഒരുപാട് രണ്ടുപേരെയും കുറിച്ച് വരുന്നു, അവർ സഹോദരങ്ങളാണെന്നൊക്കെ പറഞ്ഞ് വന്നു. പക്ഷെ അതിലുപരിയായി രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധം, വ്യാപാര കരാറുകൾ, വ്യാപാര ബന്ധം ഊട്ടിയുറപ്പിക്കാൻ കഴിഞ്ഞില്ലയോ എന്നൊരു ചോദ്യമുണ്ട്. എന്തായാലും അത് കഴിഞ്ഞു, ആ കാലം കഴിഞ്ഞു. നമ്മൾ എന്തായാലും റഷ്യയുമായി വലിയ ബന്ധത്തിലേക്ക് പോകുന്നു, ചൈനയുമായി ബന്ധത്തിലേക്ക് പോകുന്നു. എന്തായാലും പുതിയ ഒരു അലൈൻമെന്റ് ലോകത്ത് വരാൻ സാധ്യതയുണ്ട്. ഡോളറിന്റെ മൂല്യം ഉൾപ്പെടെ താഴ്ത്തിക്കൊണ്ടുവന്നിട്ട് റഷ്യയുടെയും ചൈനയുടെയും ഇന്ത്യയുടെയും വിനിമയ ചെയ്യുന്ന രൂപയുടെയും യൂറോയുടെയും ഒക്കെ മൂല്യം കൂട്ടിക്കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ അതിസങ്കീർണമായിട്ടുള്ള രീതിയിലാണെങ്കിൽ പോലും ഗൗരവമായി തന്നെ ഇന്ത്യ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ പുതിയ ശാക്തിക ചേരി വരുന്നു. ഇന്ത്യ, റഷ്യ, ചൈന. ഇതിനകത്തൊരു തമാശ എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യക്ക് 140 കോടി, ചൈനയ്ക്ക് 130 കോടിയിൽ പല ആളുകൾ. അപ്പം നമ്മൾ രണ്ടുപേരോട് ചേർന്നാൽ ഈ 800 കോടിയിൽ 300 കോടിയും ഇങ്ങ് മാറുവേ രണ്ട് രാജ്യം. പിന്നെ റഷ്യയുണ്ട്, സോവിയറ്റിലെ റഷ്യയുമുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നാൽ അമേരിക്കയ്ക്ക് തൽക്കാലം ചിലപ്പോൾ ചില പാഠങ്ങൾ പഠിക്കേണ്ടി വരും. നിങ്ങൾ ഇന്നലെ വരെ ലോകത്തെ മുഴുവൻ കീഴടക്കി വച്ചിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ തന്നെ ഇന്ത്യയും വളർന്നിട്ടുണ്ട്. പഴയ ഇന്ത്യയല്ല, ഇത് പുതിയ ഇന്ത്യയാണ്. പുതിയ ഇന്ത്യയിൽ നിന്ന് ട്രംപിനും കുറച്ചൊക്കെ പഠിക്കാം.